ഹലോ, ഇന്ന് നമുക്ക് ഒരു ജേണൽ ചെയ്യാം. ഈ ജേണലിൻ്റെ ബുക്ക് കണ്ടപ്പോൾ വിചാരിക്കുന്നത് ഈ ബുക്കിൽ ചെയ്യണം. ഇതെനിക്ക് ഒരാളെ സ്പെഷ്യലായിട്ട് ഇതിൻ്റെ ചൊട്ട കണ്ടിട്ട് എന്നെ കണ്ട ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചൊട്ട കവർ ചെയ്യാൻ പാടില്ലല്ലോ, എന്നാലും ഈ ബുക്കിൽ തന്നെ ചെയ്യാം നമുക്ക്. ആദ്യം ഇട്ട പേപ്പറാണ് ചായപ്പൊടീൻ്റെ പേപ്പർ. രണ്ടാമതിട്ടത് നമ്മുടെ ബ്ലാക്ക് ചാർട്ട്. പിന്നെ ഇട്ടത് നമ്മുടെ ന്യൂസ് പേപ്പറിൻ്റെ കവറ്, ഒരു ന്യൂസ് കട്ട്. അത് കഴിഞ്ഞിട്ട പച്ച സാധനം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ മാത്സിനും ഫിസിക്സിനൊക്കെ യൂസ് ചെയ്ത സാധനം തന്നെ. നമ്മുടെ ഗ്രാഫ് പേപ്പറല്ലേ, അതന്നെ. പിന്നെ നമ്മുടെ സിൽക്കിൻ്റെ പേപ്പറും, പിന്നെ അല്ലറ ചില്ലറ ആക്രി സാധനങ്ങളൊക്കെ ആയിട്ടുള്ള എൻ്റെ സിൽക്ക് പേപ്പർ, പിന്നെ സിൽക്കിൻ്റെ കവറ്, പിന്നെ നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരെണ്ണം. പിന്നെ അത് ഈ പേപ്പറിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. ഈ ബട്ടർഫ്ലൈ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഇത് ഞാൻ തന്നെ വരച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം ഞാൻ വരച്ചതാണ് കേട്ടോ, ഞാൻ ചെയ്തതാണ്, ഹാൻഡ് മെയ്ഡാണെല്ലാം. അപ്പം ഇതിൻ്റെ സപ്ലീസ് എല്ലാം കറക്റ്റായിട്ട് ഞാൻ ഇത് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത വീഡിയോയിൽ പാർട്ട് 2 ആയിട്ട് നമ്മൾ ഇതിനുള്ള സപ്ലീസ് എല്ലാം ഉണ്ടാക്കിയത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പം എല്ലാവരും അതും കൂടി കാണണം കേട്ടോ. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും, ഈ കാണുന്ന സാധനം ഒരു ഡയറിയിൽ നിന്ന് ഞാൻ കീറിയെടുത്തതാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് കണ്ടില്ലേ, ഈ ലവും കുറച്ച് കൂടുതലായിപ്പോയെന്നറിയില്ല, എന്നാലും വരച്ച സാധനങ്ങളൊക്കെ വെറുതെ വേസ്റ്റ് ആക്കാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനിവിടെ എല്ലായിടത്തും ഒട്ടിച്ച് വെച്ചേക്കുന്നു. അലമ്പായി പോയാലും സാരില്ല. അങ്ങനെ അതും ഒട്ടിച്ചു. എന്നോട് കുറേ ആയി ലച്ചുവൊക്കെ ചോദിക്കണത് ഒരു തരുമെന്ന്. ഒരു 2-3 ആഴ്ചയും തോന്നുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ അവള് ചോദിച്ചതാണ്. എന്നാലും ഇപ്പോഴെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്. പിന്നെ അടുത്തത് കുറച്ച് വേർഡ് നോട്ട്സൊക്കെ എഴുതിയിട്ട് അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഒരാൾ വയറും വീർപ്പിച്ച് പോണോക്കി. പിന്നെ രണ്ടാമത് ഞാൻ ഒട്ടിച്ചതാണ് നമ്മുടെ അത് അടപടലം മുഞ്ചിപ്പോയി എന്ന് പറയാം. കാരണം കണ്ടില്ലേ, എന്ത് പറയാനാ. ഇവനെ ഞാൻ എന്തായാലും വിടൂല. അടുത്ത വീഡിയോയിൽ ഞാൻ ഇവനെ റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അടുത്ത വീഡിയോയിൽ ഞാൻ ഇവനെ സെറ്റാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം, പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എൻ്റെ സ്വഭാവം എന്താണ്, ഇതിനകത്ത് കാണിച്ചു വെച്ചേക്കണം എന്താണെന്നൊക്കെ. ബൈ.